വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഓണ പരീക്ഷയ്ക്ക് ഉണ്ടല്ലോ, ഒന്നാമത്തെ ചാപ്റ്ററിലെയും രണ്ടാമത്തെ ചാപ്റ്ററിനും മൂന്നാമത്തെ ചാപ്റ്ററിനും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് ക്ലാസ്സിൽ ഇരുന്നോളൂ. നമ്മൾ സെറ്റ് ആക്കിയിട്ട് എന്താ പറയുക, 1, 2, 3 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് കൂടുതലൊന്നും പറയാതെ പെട്ടെന്ന് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് എന്താവാം കടക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോ. ഒന്നാമത്തെ ചാപ്റ്ററിന് ഏത് ചോദ്യം വരും നോക്കിക്കോ. വൈ റിനൈസൻസ് എമേർജ്ഡ് ഇൻ ഇറ്റലി, അല്ലെ? എന്തുകൊണ്ട് നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടായി? അല്ലെങ്കിൽ ഈ ചോദ്യം എന്താ പറയുക, നേരെ തിരിച്ചിട്ട് വരാനും സാധ്യത ഉണ്ട്. എന്താ, വൈ ദ ഇറ്റാലിയൻ സിറ്റീസ് വർ ഡിഫറെന്റ് ഫ്രം അതർ യൂറോപ്യൻ സിറ്റീസ്, എന്തുകൊണ്ട് ഇറ്റലിയിലെ നഗരങ്ങൾ മറ്റുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു? ഈ ഒരു ചോദ്യം എന്താ പറ്റും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എന്താവാ, രണ്ടിൽ ഏത് ചോദ്യം വന്നാലും ഒറ്റ ഉത്തരവുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് എന്താവണം, നമുക്ക് ഇതിൽ ഉത്തരം എഴുതാൻ കഴിയണം. നോക്കല്ലേ, നമുക്ക് സിമ്പിൾ ആട്ടോ നോക്കിക്കോട്ടോ. യെസ്, നോക്കിക്കോ. ഒന്നാമത് എന്തുകൊണ്ട് ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടായത്? ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടാകാനുള്ള കാരണം വ്യാപാരികളുടെ പ്രത്യേകതയാണ്. നോക്കിക്കോ. ഇതേപോലെ ക്രൂസാഡ്സ്, കുരിശ് യുദ്ധം ഉണ്ട്, പ്ലാഗ്, ഇതേപോലെ തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ ആക്രമിച്ചത്, ഇതൊക്കെ നമ്മൾ എന്താവാണ് പഠിക്കണം. ആദ്യം നമുക്ക് എന്താവാ, ട്രൈഡേഴ്സ് എങ്ങനെയാണ് ഇറ്റലിയിൽ നവോത്ഥാനം ഉണ്ടാവാൻ സഹായിച്ചത്? ഇറ്റലിയിൽ നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റുകളാണ്. ഇവർ ഭയങ്കര സമ്പന്നരായിരുന്നു. ഇവരെ ഒഴിവാക്കിയിട്ട് വേണം ഒരു സമ്പന്ന വിഭാഗം വരാൻ. ആ സമ്പന്ന വിഭാഗമായിരുന്നു ആരും? ട്രേഡേഴ്സ്. എങ്ങനെ ട്രേഡേഴ്സ് ഉണ്ടാവാനുള്ള കാരണം, എങ്ങനെ സമ്പന്നരാവാനുള്ള കാരണം എന്താ? ഓൾക്ക് ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ലോൺ എടുക്കാനും കാര്യങ്ങളും അറിയാം. ഇതേപോലെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ അറിയാം. ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലാതെ വളരെ അടിപൊളിയായിട്ട് ധൈര്യശാലികളായിട്ട് അവരെന്തോ കച്ചവടം നടത്തും. ഇതേപോലെ ഓൾക്കുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു ബുക്ക് കീപ്പിംഗ്. ഡെയിലി അടക്കാൻ സമയത്ത്, മാർക്കറ്റ് അടക്കാൻ സമയത്ത് എന്താവും, അവർ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടും. ലാഭമാണോ നഷ്ടമാണോ? അപ്പൊ ലാഭങ്ങളിലേക്ക് പോകും തോറും അവരെന്താവും കണക്കുകൾ ഒന്നുകൂടി സുതാര്യമാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഉഷാറോ. അങ്ങനെ വ്യാപാരികൾ സമ്പന്നരായി, ഫ്യൂഡലിസ്റ്റുകൾ ഒപ്പെത്തിയിട്ടോ. എന്നിട്ട് ഫ്യൂഡലിസം തകർന്നോ? ഇല്ല, റിനൈസൻസ് ഉണ്ടാവണം, എന്നാലേ ഫ്യൂഡലിസം തകരുള്ളൂ. തകരാനുള്ള കാരണങ്ങൾ നോക്കിക്കോ. കുരിശ് യുദ്ധം നടക്കുക, അതും ഇറ്റലിയിലെ നഗരങ്ങൾക്കാണ് ഭയങ്കര ഉപകാരമായിട്ട് മാറിയത്. അതും ഇറ്റലിക്ക് ഗുണമായി. കാരണം എന്താണ് അറിയോ, കുരിശ് യുദ്ധം നമുക്കറിയാം ഇസ്ലാമിക് എംപയറും ക്രിസ്ത്യാനിക് എംപയർ, ഇസ്ലാമിക് സാമ്രാജ്യം അല്ലെ, അതേപോലെ തന്നെ ബൈസന്റൈൻ, അതായത് ക്രിസ്തു മതം തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധമാണ് അല്ലെ. ഈ യുദ്ധം ഉണ്ടായത് നോർത്ത് ആൻഡ് വെസ്റ്റ് ആണ്. നോർത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾ, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ. യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ അറിയോ, അവിടെ ഒരു ട്രേഡ് ലിങ്ക് ഉണ്ടായി. ആരൊക്കെ തമ്മിൽ? ഇസ്ലാമിക ചക്രവർത്തിമാരും ബൈസന്റൈൻ ചക്രവർത്തിമാരും തമ്മിലൊരു വ്യാപാര കരാർ ഉണ്ടായപ്പോൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും സംസ്കാരങ്ങളൊക്കെ അല്ലെ, ഒരുപാട് ഗുഡ്സ് ആൻഡ് കൾച്ചർ ഒഴുകാൻ തുടങ്ങി. എവിടേക്ക്? ഇറ്റലിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇറ്റലിയിലെ നഗരങ്ങൾക്കും വ്യാപാരികൾക്കാണ് കൂടുതൽ എന്തുണ്ടായത്, ഉപകാരം ഉണ്ടായത്. അടുത്ത് നോക്കി, പ്ലാഗ് ഉണ്ടായപ്പോൾ ഒരുപാട് തൊഴിലാളികൾ എന്തായി, മരണപ്പെട്ടു. തൊഴിലാളികൾ മരണപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? തൊഴിലാളികൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഫ്യൂഡലിസ്റ്റുകളുടെ ബാക്ക് ബോൺ ഇല്ലേ ഇല്ലാതാവാണ്. കാരണം ഈ തൊഴിലാളികളാണ് ഫ്യൂഡലിസ്റ്റുകളുടെ പാടത്തും പറമ്പിലും തോട്ടിലും ഇല്ലേ തോട്ടത്തിലും മുഴുവൻ എന്തായിരുന്നത്, പണിയെടുത്തിരുന്നത്. ഇതൊന്നും വൃത്തിയാക്കാൻ ആരെ കിട്ടാത്ത അവസ്ഥ വരികയാണ് ഈ പറയപ്പെട്ട തൊഴിലാളികൾ. കാരണം എല്ലാവരും രോഗം വന്നിട്ട് മരണപ്പെട്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, തൊഴിലാളികൾക്ക് ഷോർട്ടേജ് വന്നു. ഇനി ഫ്യൂഡലിസ്റ്റുകളുടെ പറമ്പിലും പാടത്തും പണിയെടുക്കാൻ സാധാരണക്കാരുണ്ടോ? ഇല്ല. ഇതോടുകൂടി ഫ്യൂഡലിസത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ എന്താവുന്നു, കുറയുന്നു. ട്രൈഡേഴ്സ് എന്താവുന്നു, കൂടുന്നു. ഇനി അവസാനമായിട്ടൊരു സംഭവം നോക്കിക്കോ. തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താ പറഞ്ഞത്? തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ ഇത് തുർക്കിയാണ് ഒട്ടിക്കോളി, ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്ന് വെച്ചോളി. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ. ഒരു മാനുസ്ക്രിപ്റ്റ്, അതായത് കഴിയത്ത് പ്രതികളുമായിട്ട് വരുന്നത് നേരെ എടുക്ക വരുന്നത് ഇറ്റലിയിലേക്ക് വരുന്നു. ഇപ്പൊ പണ്ഡിതന്മാരും കൂടി ഇറ്റലിയിലായപ്പോൾ ഇറ്റലിയിൽ ഒരുപാട് വെളിച്ചം പകരുന്നു. അങ്ങനെ അവിടെ എന്തുണ്ടാവുന്നു, നവോത്ഥാനം. എക്സാമിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. യെസ്, ഞാൻ അടുത്ത ഭാഗം നോക്കിക്കോ. രണ്ടാമത്തെ ചാപ്റ്ററിന് പ്രധാനമായിട്ട് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. നെപ്പോളിയന്റെ ഏതെങ്കിലും 4 ഭരണ പരിഷ്കാരങ്ങൾ എഴുതുക. ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്താ പറയാൻ ഒരു കഥ പറഞ്ഞു കേട്ടോ മക്കളെ. ഞാൻ ഒരു ദിവസം കാലിക്കറ്റ്, നമ്മളെ കോഴിക്കോട് അങ്ങാടിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ വലിയ എന്തോ ഒരു സംഭവം കാണുകയാണ്. ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു കോടതി കണ്ടു കേട്ടോ. അപ്പൊ അവിടെ എഴുതി വെച്ചിക്കണ് ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതി എന്നൊക്കെ എഴുതി വെച്ചിക്കണം കേട്ടോ. അങ്ങനെ കോടതി. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ നിയമവുമായി ബന്ധപ്പെട്ട സാധനമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ രണ്ടാമതായിട്ട് അവിടെ കാണുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു ചർച്ച കാണുന്നത് കേട്ടോ. അതിമ കുറെ ഏതൊക്കെ എഴുതി വെച്ചാണ്, കുരിശൊക്കെ കൊടുത്ത് കൺകോഡറ്റ് അങ്ങനെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ നടന്നു പോയപ്പോൾ കുറേ കുട്ടികളുണ്ട് സ്കൂൾക്ക് ഇങ്ങനെ പോണ്, ഇങ്ങനെ കോട്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ അല്ലേ ബാഗൊക്കെ വെച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെ പോകട്ടോ അവരെല്ലാവരും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല അടിപൊളി സ്കൂളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല സെറ്റപ്പ് സ്കൂൾ, നമ്മളെ നാട്ടിലത്തെ മാതിരി ഒന്നല്ല, അടിപൊളി സ്കൂൾ, കോഴിക്കോടങ്ങാടിയിലേ അടിപൊളി സ്കൂൾ.
സ്കൂളുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ നടന്നു പോയപ്പോൾ വലിയൊരു ബാങ്ക്, നമ്മളെ നാട്ടിൽ ബാങ്കൊക്കെ അല്ലേ, നമ്മളെ ചെറിയ അങ്ങാടികളിലും ടൗണിലൊക്കെ ബാങ്ക് എവിടെയൊക്കെ ചെരുപ്പ് കടൻ്റെ മുകളിലും അല്ലെങ്കിൽ ബീഫൊക്കെ വിൽക്കുന്ന കടൻ്റെ മുകളിൽ, കോഴി അല്ലെ ചിക്കൻ വിൽക്കുന്ന കടൻ്റെ മുകളിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അടിപൊളി ബാങ്ക്, എങ്ങനെ അത് പട്ടാളക്കാരൊക്കെ വെച്ചിട്ടുള്ള ബാങ്ക്. ഇത് വെച്ചാൽ തന്നെ മക്കളെ നമുക്ക് നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങൾ പഠിക്കാൻ പറ്റും. നോക്കിക്കോ എന്തൊക്കെയാണ് നോക്ക്. ഒന്ന് നോക്കി, നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. കണ്ടോ, നിയമപരിഷ്കാരം പറഞ്ഞ കോടതിയിലല്ല കാണാം. അപ്പൊ നമ്മൾ കണ്ടത് എന്തായിരുന്നു? കോടതിയായിരുന്നു. അവിടെ ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിച്ചു. അടുത്ത് നോക്കി, കൺകോഡറ്റ്. എന്താ കൺകോഡറ്റ് എന്ന് പറഞ്ഞാൽ? കത്തോലിക്ക സഭയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിഷ്കാരമാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഒരു ചർച്ച് കൊണ്ടുവന്നു. കണ്ടോ, അത് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടതാണ്. കുരിശ് കൺകോഡറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അടുത്ത് നോക്കി, എഡ്യൂക്കേഷണൽ റിഫോംസ്, വിദ്യാഭ്യാസ പരിഷ്കാരം. ഞാൻ പറഞ്ഞു അവിടെ കോഴിക്കോട്ടങ്ങാടിയിൽ അടിപൊളി സ്കൂളാണ് നമ്മൾ എന്തായിട്ടുണ്ടായിരുന്നത്, കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റും, അത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അടുത്ത് നോക്കി, സാമ്പത്തിക പരിഷ്കാരം. കാരണം എന്താ സാമ്പത്തിക പരിഷ്കാരം എവിടെ ഉണ്ടാവും? സമ്പത്തോടെ തോന്നുന്നുണ്ടാവോ? ബാങ്കിലല്ലേ. ഞാൻ പറഞ്ഞില്ല അടിപൊളി ബാങ്കിന്റെ ചുറ്റും പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഇക്കണോമിക് റിഫോംസ്. എന്താ നെപ്പോളിയൻ കാട്ടിയത്? കുറെ ബാങ്ക് സ്ഥാപിച്ചു. എന്താ ബാങ്കിന്റെ പേര്? ബാങ്ക് ഓഫ് ഫ്രാൻസ്. അപ്പൊ ഞാൻ പോയത് കോഴിക്കോട്ടങ്ങാടി കാണാം അല്ലട്ടോ, ഫ്രാൻസിക്കാണ്. അതെങ്ങനെ മനസ്സിലാക്കണം. അടുത്ത് നോക്കിക്കോളി, മിലിറ്ററി റിഫോംസ്, സൈനിക പരിഷ്കാരം. വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ല പട്ടാളക്കാരൻ അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ അയിമന്നെ കിട്ടും. ദ ആർമി വാസ് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ റീഓർഗനൈസ്ഡ് ഇൻ ടു സെവറൽ ബറ്റാലിയൻ. ആർമി എന്തായി? പലതരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് തന്നെ. നമ്മളെ ആർമി ഇല്ലേ, അതേപോലെ നേവി, അങ്ങനെ കേട്ടില്ല, കരസേന, നാവികസേന, അതേപോലെ എന്തായി ചെയ്തു. ഇനി എന്റെ കുട്ടികൾ നോക്കിക്കോ, മൂന്നാമത്തെ ചാപ്റ്റർ. ഇതൊക്കെ പറയണം, ഈവൻ എക്സാമിന് ഇമ്പോർട്ടന്റ് കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. വന്നിട്ടില്ല ഈ മാലപ്പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ട് എഴുതി വെച്ചോ. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഫോളോ ചെയ്തോളും കൂട്ടിക്കോളി. ഞാൻ അതും കൂടി ഇതിൽ കൂടെ കിട്ടുമല്ലോ എനിക്ക്. വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കോളിട്ടാ, വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ള എന്റെ കുട്ടിയൊക്കെ എന്താ പറയുക, അടിപൊളിയായിട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ചാറ്റി എന്റെ വീട്ടിലെ ലൊക്കേഷനൊക്കെ ഇങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് വന്നിട്ട് എന്റെ കഴുത്തിൽ മാലപ്പടക്കിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന് മുമ്പത്തെ അങ്ങനെ ഈ 3 ചോദ്യങ്ങൾ കേട്ടോ എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ അടിപൊളിയായിട്ട് ഞാനോട് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞാണ് കേൾക്കാൻ തയ്യാറാവും. അടുത്തൊക്കെ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകൾ, ഇതാണ് ആ ചോദ്യം കേട്ടോ. ഓക്കെ, നോക്കി എന്തൊക്കെയാണ് നോക്കിക്കോ. ഒന്ന്, ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം ഉണ്ടാവും. അത് നമ്മൾ സാമൂഹ്യശാസ്ത്രം വെച്ച് നോക്കുമ്പോഴേ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന പോലെയല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആയത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വിശാലമായിട്ട് ചിന്തിക്കല്ലേ, അപ്പൊ ആയത്തിൽ മനസ്സിലാക്കുക എന്ത് സാമൂഹിക പ്രശ്നങ്ങൾ നോക്കി. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, അങ്ങനെ മനസ്സിലാക്കിയാലോ നമുക്ക് ചിലപ്പോൾ എന്ത് തോന്നും, സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം തോന്നും അല്ലേ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ, ചില പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഓൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ, അണ്ടോ സ്വയം പ്രതിഫലിക്കും, നമ്മളെ നന്നാവാൻ സാധ്യത ഉണ്ട്. അടുത്ത് നോക്കിക്കോളി, എമ്പതി ആൻഡ് ടോളറൻസ്, ഡെവലപ്പ് എമ്പതി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും വളരും. നമ്മൾ ഏതെങ്കിലും കുട്ടിനെ കുറിച്ച് പഠിക്കും, ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പാവലെ ആ കുട്ടികളൊന്ന് സഹായിക്കണം, അല്ലെങ്കിൽ അവനൊന്ന് സഹായിക്കണം എന്ന് തോന്നൂലേ. എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ പ്രണയത്തെ കുറിച്ച് പറയാം, പാവോള് പെട്ടിട്ടുണ്ട്, അവളെ സഹായിക്കണം, യെസ് നമുക്ക് തോന്നുന്നതാണ് അനുതാപവും സഹിഷ്ണുതയും. അടുത്ത് നോക്കി, ക്രിറ്റിക്കൽ തിങ്കിങ്. ഒരു കുട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓൻ്റെ അടുത്താണ് തെറ്റെന്ന് തോന്നി നമ്മളെന്താവും, വിമർശനാത്മകമായി ചിന്തിക്കും. ഇതൊക്കെ ഓർഡറിലാട്ടോ പറയണത്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പഠിക്കും, നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റായ കാര്യങ്ങളുണ്ട് അല്ലേ, അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇതാണ് അടുത്ത പോയിന്റ്. നോക്കിയും, ടു ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്, ഗുണാത്മകമല്ലാത്ത വൈക്കങ്ങൾ എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യും. അതായത് നല്ലതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരാണൊരു പെണ്ണ് നടന്നു നമുക്ക് ആൾക്കാരുണ്ടാവും കോൺകേവും കോൺവെക്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അല്ലെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കും. ഇതിന് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇങ്ങനെ കുറേ തെറ്റായ കാര്യങ്ങളുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്താവും കഴിയും. സമൂഹത്തിലെ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുക, ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തെറ്റായ കാര്യമാണ്, ഇത് പാടില്ല, അതിന് ചോദ്യം ചെയ്യണം, കിട്ടിയോ. അപ്പൊ ഈ ഒരു കാര്യം ഇത് ഓർഡറിലട്ടെ ഞാൻ പറഞ്ഞത്, കഥ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു കുട്ടിക്ക് പ്രണയം ഉണ്ടാകുമ്പോൾ നമുക്ക് വീക്ഷണം വളരെ വിശാലാക്കാൻ കഴിയും, അപ്പൊ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും, ഇങ്ങനെ നായ പോലെ ഞാനും ഉണ്ടോ, അപ്പൊ അത് ചിന്തിക്കും. അതേപോലെ നമുക്ക് അനുതാപവും സഹിഷ്ണുതയൊക്കെ എന്തുണ്ടാവും, പാവലേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നും. ഇനി ഓർഡർ തെറ്റുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാൻ തോന്നും ഉണ്ടോ. അപ്പൊ അവിടെ ക്രിറ്റിക്കൽ തിങ്കിങ് വളരെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്താവും കിട്ടും. എന്തായാലും മക്കളെ അടിച്ച പൊളിച്ച തകർത്ത് എഴുതുക, സിമ്പിൾ അല്ലേ, സെറ്റാക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും എന്താവുന്നു ഇത് പഠിക്കും. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും, വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വിജയാശംസകൾ ഞാൻ നേരെയാണ്. നമ്മൾ അടിപൊളിയായിട്ട് എക്സാമിന് പോകും, അടിച്ചു പൊളിച്ച് നമ്മൾ എക്സാം എഴുതും. ഒരു കാര്യം ഞാൻ പറയാം, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല, എനിക്ക് അത്രയും ഉറപ്പുണ്ട് നമ്മളെ സെറ്റ് ആക്കാരം. അടിപൊളി. അപ്പോൾ ടാറ്റാ, ബൈ 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 ബൈ.